നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഇനി മെമ്പർഷിപ്പ് എടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നാൽ എല്ലാ കമൻസിനും പെട്ടെന്ന് റിപ്ലൈ നൽകാൻ സാധിച്ചില്ലെങ്കിലും മെമ്പേഴ്സിൻ്റെ കമൻസിന് വളരെ പെട്ടെന്ന്, അതായത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ റിപ്ലൈ നൽകുന്നതാണ്. ഇതുമാത്രമല്ല, ഓരോ വിശേഷ ദിവസങ്ങളെക്കുറിച്ചും ആ ദിവസത്തിൽ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും ഇനി ഓരോ ദിവസവും പ്രത്യേകമായി വരുന്ന തിഥികളെക്കുറിച്ചും ആ തിഥിയിൽ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും അങ്ങനെ ഓരോ ദിവസത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് അന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഉടനടി തന്നെ മെമ്പേഴ്സിനെ അറിയിക്കുന്നതാണ്. ഇത് കൂടാതെ മെമ്പേഴ്സിന് മാത്രമായിട്ടുള്ള വീഡിയോസും ചെയ്യുന്നതാണ്. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നാളെ ഓഗസ്റ്റ് മാസം 9-ാം തീയതി അത്യപൂർവ വാരാഹി പഞ്ചമിയാണ്. വെള്ളിയാഴ്ചയും പഞ്ചമി തിഥിയും ഒന്നിച്ചു വരുന്നതുകൊണ്ട് തന്നെ വരാഹി അമ്മയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണിത്. ഒരു പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹം ഇങ്ങനെ എഴുതി മഞ്ഞളിൽ കെട്ടിവെച്ച് നോക്കൂ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മിന്നൽ വേഗത്തിൽ നടക്കുന്നതാണ്. വരാഹി അമ്മയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് പഞ്ചമി ദിവസം. എന്നാൽ വെള്ളിയാഴ്ചയും പഞ്ചമി തിഥിയും ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഈ ദിവസത്തിന് അത്യപൂർവ സവിശേഷതയാണുള്ളത്. കാരണം ഈ ദിവസം പഞ്ചമി തിഥി മാത്രമല്ല, നാഗപഞ്ചമി, ഗരുഡ പഞ്ചമി വരുന്നതും ഈ ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാധിക്കുന്നവരെല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയും വിധത്തിൽ ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. നാളെ പഞ്ചമി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മുടങ്ങാതെ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിലും ലക്ഷ്മി പൂജയോടൊപ്പം തന്നെ ഈ ഒരു താന്ത്രിക പരിഹാരവും നാളെ പഞ്ചമി ദിവസം ചെയ്യാവുന്നതാണ്. നാളെ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ വരാഹി അമ്മയുടെ അനുഗ്രഹത്തോടൊപ്പം ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കരുത്. വളരെ ലളിതമായി വെറും 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന അതിശക്തിയാർന്ന ഒരു പരിഹാരമാണിത്. ഇനി പഞ്ചമി ദിവസം മുടങ്ങാതെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വരാഹി ദേവിയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ എല്ലാവർക്കും ചിലപ്പോൾ വ്രതം എടുക്കുവാനോ അല്ലെങ്കിൽ പൂജ ചെയ്യുവാനോ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ വരാഹി അമ്മയുടെ ഫോട്ടോ വേണമെന്നോ അല്ലെങ്കിൽ വിഗ്രഹം വേണമെന്നോ നിർബന്ധമില്ല. ഇനി ചിലർക്ക് വരാഹി അമ്മയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമോ വാങ്ങിക്കണമെന്ന ആഗ്രഹമുണ്ടാകും. എന്നാൽ ഉടനെ അത് വാങ്ങുവാനുള്ള സാഹചര്യം ചിലപ്പോൾ അവർക്കുണ്ടാകില്ല. അങ്ങനെയുള്ളവർ ഒരു പുതിയ മൺവിളക്ക് വാങ്ങുക. ആ മൺവിളക്ക് നല്ലതുപോലെ കഴുകി മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് അതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ്. ആ ദീപത്തിന്റെ പ്രകാശത്തിൽ വരാഹി അമ്മ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ദേവിയുടെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ വാങ്ങുന്നത് വരെ ആ ദീപനാളത്തിൽ വരാഹി അമ്മയുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് എല്ലാവിധ നൈവേദ്യങ്ങളും പൂജകളും ആ വിളക്കിന് മുൻപിൽ ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം വരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ആ ഫോട്ടോയ്ക്ക് മുൻപിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപിൽ ഈ വിളക്ക് കൊളുത്താവുന്നതാണ്. ഇനി മൺവിളക്ക് വാങ്ങുന്നവർ എല്ലാ ദിവസവും വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് എല്ലാ ദിവസവും കൊളുത്താവുന്നതാണ്. ഇനി അതിന് സാധിക്കാത്തവർക്ക് ചൊവ്വ, വെള്ളി ദിവസവും ശനി ദിവസവും കൂടാതെ വരാഹി അമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട പഞ്ചമി ദിവസവും വിളക്ക് കൊളുത്തി വഴിപാട് ചെയ്ത് ദേവിയെ പ്രാർത്ഥിക്കുക. ഇനി ആദ്യം തന്നെ പഞ്ചമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഇന്ന് രാത്രി 12:37 എന്ന് പറയുമ്പോൾ തന്നെ അത് ഓഗസ്റ്റ് 9-ാം തീയതി ആകും. ഓഗസ്റ്റ് 9-ന് രാത്രി 12:37-ന് പഞ്ചമി തിഥി ആരംഭിച്ച് ഓഗസ്റ്റ് 10-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ 3:14-നാണ് പഞ്ചമി തിഥി അവസാനിക്കുന്നത്. നാളെ വെള്ളിയാഴ്ച മുഴുവനായും പഞ്ചമി തിഥി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നാൽ നാളെ രാത്രി 7 മണി മുതൽ രാത്രി 11 മണിക്കുള്ളിൽ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം കുളിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കാതെ ഈ ഒരു പരിഹാരം ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. എന്നിരുന്നാലും അറിയാതെയെങ്കിലും നോൺ വെജ് കഴിച്ചു പോയാൽ കുളിച്ചതിന് ശേഷം ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകളും ഒരു കാരണവശാലും ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പാടില്ല. എന്നാൽ പുലവാലായ്മ ഉള്ളവർക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്.
ഇനി ചില പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. നിങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങൾ ഏതാണെങ്കിലും ശരി, അതെത്ര വലുതാണെങ്കിലും ശരി, അത് സാധിക്കുന്നതിന് വേണ്ടി ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടെയും യഥാർത്ഥ ഭക്തിയോടെയും ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ. മിന്നൽ വേഗത്തിൽ അതിനു ഫലം ഉണ്ടാകുന്നതാണ്. ഇനി എത്ര ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ താന്ത്രിക പരിഹാരം ചെയ്യാം എന്ന് ചോദിച്ചാൽ കുറഞ്ഞത് നിങ്ങളുടെ 3 ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും വരയിടാത്ത ഒരു വൈറ്റ് പേപ്പറാണ് ആവശ്യമുള്ളത്. പേപ്പർ എടുക്കുമ്പോൾ ശുദ്ധമായ നല്ല പേപ്പർ നോക്കിയെടുക്കുക. ചുളുങ്ങിയതും കീറിയതുമായ പേപ്പർ എടുക്കുവാൻ പാടില്ല. നമ്മുടെ ആഗ്രഹവും അതിനോടൊപ്പം വരാഹി അമ്മയുടെ തിരുനാമവുമാണ് എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള പേപ്പർ നോക്കി എടുക്കുക. ഇനി 3 ആഗ്രഹമുള്ളവർ 3 പേപ്പർ എടുക്കുക. ഇനി ഒരു A4 ഷീറ്റ് എടുത്താൽ അത് 3ആയിട്ട് കീറി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പേപ്പറിൽ എഴുതുവാൻ ഗ്രീൻ നിറത്തിലുള്ള പേനയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു കാരണവശാലും കറുപ്പ് നിറത്തിലുള്ള പേന കൊണ്ട് ഇത് എഴുതുവാൻ പാടില്ല. ഇനി 3ാമതായി ഒരേ ഒരു കഷ്ണം മഞ്ഞളുമാണ് ആവശ്യമുള്ളത്. ഇനി ഉണക്ക മഞ്ഞൾ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ പച്ച മഞ്ഞളോ എടുക്കാവുന്നതാണ്. ഇനി എടുത്തു വച്ചിരിക്കുന്ന പേപ്പറിൽ ആദ്യം തന്നെ ശ്രീ സൗഭാഗ്യ വാരാഹി തുണ എന്നെഴുതുക. ഇനി എഴുതുമ്പോൾ 1 വരിയായോ അല്ലെങ്കിൽ 2 വരിയായോ എഴുതാവുന്നതാണ്. പിന്നീട് അതിന് താഴെയായി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഒരു വാക്കിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 വാക്കിൽ എഴുതുക. ഇപ്പോൾ വിവാഹ തടസ്സമുള്ളവർക്ക് വിവാഹം എന്നെഴുതാവുന്നതാണ്. ഇനി ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ് എങ്കിൽ നല്ല ജോലി എന്നെഴുതാവുന്നതാണ്. ഇനി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവർ സന്താന ഭാഗ്യം എന്നെഴുതാവുന്നതാണ്. ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിരന്തരമായ കലഹം, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഭാര്യാഭർത്തൃ ഒത്തൊരുമ എന്നെഴുതാവുന്നതാണ്. ഇനി ഒരു സ്വന്തമായി വീട് വെക്കണം അല്ലെങ്കിൽ വീട് വാങ്ങണം എന്ന ആഗ്രഹമുള്ളവർ സ്വന്തം വീട് എന്നെഴുതാവുന്നതാണ്. ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച എന്നെഴുതാവുന്നതാണ്. ഇനി പണം സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഒരു കാരണവശാലും കടം തീരണം അല്ലെങ്കിൽ പണയ സ്വർണം തിരികെ എടുക്കണം എന്നൊരു കാരണവശാലും എഴുതരുത്. അതുപോലെ തന്നെ രോഗങ്ങൾ ഉള്ളവർ രോഗങ്ങൾ മാറണം അല്ലെങ്കിൽ രോഗങ്ങൾ ഇല്ലാതാകണം അങ്ങനെയും എഴുതരുത്. രോഗങ്ങൾ ഉള്ളവർ ആരോഗ്യം വർദ്ധിക്കണം എന്നാണ് എഴുതേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ കടം തീരണം എന്ന് എഴുതരുത്. അതിനു പകരമായി 10 ലക്ഷം രൂപ എന്നെഴുതാവുന്നതാണ്. ഇനി ഒരു അത്യാവശ്യ സന്ദർഭത്തിന് പണത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നവരാണ് എങ്കിൽ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ വേണ്ടത് ആ ഒരു തുക എഴുതാവുന്നതാണ്. ഇനി നിങ്ങളുടെ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർണം തിരികെ എടുക്കുവാൻ എത്ര എമൗണ്ട് ആണോ ടോട്ടൽ വേണ്ടത് ആ ഒരു തുക നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ 10 ലക്ഷം രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര തുകയാണോ വേണ്ടത് ആ ഒരു തുക എഴുതുക. ആദ്യം പറഞ്ഞതുപോലെ തന്നെ 3 ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ 3 ആഗ്രഹവും 3 പേപ്പറിലാണ് ഈ രീതിയിൽ എഴുതേണ്ടത്. നിങ്ങളുടെ ആഗ്രഹം എഴുതിയതിനു ശേഷം അതിന് താഴെയായി ഓം ഐം ക്ലൗം അനുഗ്രഹദായൈ നമഃ എന്നുകൂടി എഴുതുക. അതിനുശേഷം ഈ മഞ്ഞൾ ഈ പേപ്പറിനുള്ളിൽ വെച്ച് നല്ലതുപോലെ ചുരുട്ടി ഒരു മഞ്ഞ നിറത്തിലുള്ള നൂല് കൊണ്ട് കെട്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ മഞ്ഞ നൂലില്ല എങ്കിൽ ചുവപ്പ് പച്ച നൂലുകൊണ്ടും ഇത് കെട്ടാവുന്നതാണ്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ മഞ്ഞ നിറത്തിലെയോ ചുവന്ന നിറത്തിലെയോ അല്ലെങ്കിൽ പച്ച നിറത്തിലെയോ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാവുന്നതുമാണ്. ഇനി ഇത് കെട്ടിയതിന് ശേഷം ഈ പേപ്പർ നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ വരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനടുത്തായി ഇത് വെക്കാവുന്നതാണ്. ഇനി ഫോട്ടോയോ വിഗ്രഹമോ ഇല്ലാത്തവർ നിങ്ങളുടെ പൂജാമുറിയിൽ ഏതു ഭാഗത്തും ഇത് വെക്കാവുന്നതാണ്. പൂജാമുറിയിൽ ഇത് വെച്ചതിന് ശേഷം നല്ലതുപോലെ മനസ്സുരുകി വരാഹി അമ്മയോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ എഴുതിയ നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നിറവേറ്റി തരണമേ എന്ന് നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇനി നിങ്ങളുടെ ആഗ്രഹം നിറവേറിയതിനു ശേഷം ഈ കെട്ടിവെച്ച പേപ്പർ അടുത്തുള്ള ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി 3 ആഗ്രഹങ്ങൾ ഇതുപോലെ തന്നെ 3 പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് ആഗ്രഹമാണോ ആദ്യം സാധിക്കുന്നത് ആ പേപ്പർ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കുക. ഇതുപോലെ ഓരോ ആഗ്രഹം സാധിച്ചതിന് ശേഷം ആ പേപ്പർ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി പേപ്പർ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കുന്നതിനായി പ്രത്യേകമായ ദിവസമോ സമയമോ നോക്കേണ്ട ആവശ്യമില്ല. ഏതു ദിവസവും ഇത് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ നാളെ പഞ്ചമി ദിവസം ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ. നിങ്ങളുടെ ആഗ്രഹം മിന്നൽ വേഗത്തിൽ നിറവേറുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്.
എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.